നിരവധിയായിട്ടുണ്ടാകും. ഇപ്പോൾ സജിനിയാണ് നമ്മോടൊപ്പം ഉള്ളത്. സജിനി, എങ്ങനെയാണ് ഈ നിർമ്മലാ സീതാരാമൻ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്ന ഈ ഇടക്കാല ബജറ്റിലെ പ്രഖ്യാപനങ്ങളെ നോക്കിക്കാണുന്നത്? തികച്ചും ശുഭസൂചകമായ ഒരു ബജറ്റാണിത്. ഇന്ന് വരെ മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വികസനാത്മക ക്രിയാത്മക പ്രവർത്തനങ്ങളുടെ ഒരു തുടർച്ച, അതാണ് ഈ ബജറ്റ് സൂചിപ്പിക്കുന്നത്. ഇത് ദരിദ്രരുടെ, വനിതകളുടെ, യുവാക്കളുടെ ഉന്നമനത്തിനായിട്ടുള്ള ഒരു ബജറ്റാണിത്. ഗ്രാമീണ മേഖലയ്ക്ക് വലിയ ശക്തി പകരും. അതായത് PM ആവാസ് യോജന വഴി വീണ്ടും 2 കോടി ഭവനങ്ങൾ കൊടുക്കുകയാണ്. ഗ്രാമീണ മേഖലകളിലേക്ക് വരെ എത്തും. ആ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തൊഴിൽ മേഖലയിൽ ഉൾപ്പെടെ വലിയ ഉണർവ് നൽകും. സ്ത്രീകൾക്ക് കൂടുതലായിട്ട് വീടുകൾ ലഭിക്കും. അതുപോലെ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഇപ്പൊ കേരളത്തിൽ നിന്ന്, ഇവിടെ കൊച്ചിയിൽ നിന്ന് പറയുമ്പോൾ ലക്ഷദ്വീപിന്റെ ടൂറിസം വികസനം, ലക്ഷദ്വീപിന്റെ ടൂറിസം വികസനം കൊച്ചിയെയും കേരളത്തെയും അത് വളരെയധികം സഹായിക്കുന്ന ഒന്നായിരിക്കും. അതുപോലെ തന്നെയാണ് 60 ടൂറിസം ബിസിനസ് സെന്ററുകൾ, ബിസിനസ് ഹബ്ബുകൾ ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കേരളം പോലെ ഒരു സംസ്ഥാനം, കൊച്ചിയിൽ നിന്ന് സംസാരിക്കുന്ന കൊച്ചിയും കേരളവും പോലെയുള്ള സംസ്ഥാനത്തിന് വളരെയധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരു നിർദ്ദേശമാണ്, ഒരു പദ്ധതിയാണ് ഈ ടൂറിസം ഹബ്ബ് എന്ന് പറയുന്നത്. അത് കേരളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, G20 നടന്നപ്പോൾ, അതായത് ഭാരതത്തിന്റെ 60 കേന്ദ്രങ്ങൾ വെച്ച് G20 നടത്തപ്പെട്ടു. അപ്പൊ ലോകത്തുള്ള മുഴുവൻ രാഷ്ട്ര തലവന്മാരും ഡിപ്ലോമാറ്റ്സുമാണ് അവിടെ വന്നിരുന്നത്. ഈ രാജ്യത്തിന്റെ ടൂറിസം സാധ്യതകളെ കുറിച്ച്, അതിന്റെ വ്യാവസായിക വാണിജ്യ സാധ്യതകളെ കുറിച്ചൊക്കെ വിദേശ രാജ്യങ്ങൾക്ക് പരിചയപ്പെടുത്തുവാൻ, അവരെ ബോധ്യപ്പെടുത്തുവാൻ നമുക്ക് വളരെ സക്സസ്ഫുൾ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഉൾപ്പെടെ ഈ കാര്യങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വളരെ വികസനോന്മുഖമായ ഒരു ഡെവലപ്മെന്റ് തന്നെ, പ്രത്യേകിച്ച് സ്കിൽ ഡെവലപ്മെന്റിന് കണ്ടു കൊടുക്കുന്നു. IIT-കൾ മാത്രമല്ല, ITI-കൾ വരുന്നു. ITI-കളിലൂടെ ഈ നമ്മുടെ സ്കിൽ ഡെവലപ്മെന്റ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കുകയും ഈ ഭാരതത്തിലും ലോകമൊട്ടാകെയുമുള്ള വലിയ തൊഴിലവസരങ്ങളുള്ളൊരു മേഖലയാണ്. നമ്മൾ ആ അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റികളെ പൂർണ്ണമായി ടാപ്പ് ചെയ്യാൻ തീരുമാനിച്ചുകൊണ്ട് വളരെ വിഷനോട് കൂടിയിട്ടുള്ള ഭാവാത്മകമായ പദ്ധതികളാണ് ഇത്തരത്തിലുള്ള പ്രപ്പോസലുകളിലൂടെ ധനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുന്നത്. സജിനി, ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ സാധാരണ പറയാറുള്ള ഒരു കാര്യം, അതിന് തുക കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. പ്രഖ്യാപനങ്ങൾ മാത്രം പോരല്ലോ, അതിന് തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളെ കുറിച്ച് പക്ഷേ പറഞ്ഞിട്ടില്ല. ഇത്തരത്തിലുള്ള ITI-കൾ, IIT-കൾ, IIM-കൾ, AIIM-കൾ അങ്ങനെ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ ടൂറിസം മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യങ്ങൾ നൽകുന്നു, സ്ത്രീകൾക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഇപ്പോൾ നടത്തിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾക്കാണെങ്കിലും ഈ തുക കണ്ടെത്തുക എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതേത് നിലയ്ക്കൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വലിയ വ്യക്തതയൊന്നുമില്ല. അതുകൊണ്ടാണ് ഇത് ഒരു തരത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രമാണെന്ന തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നത്. അല്ല, തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളായിരുന്നുവെങ്കിൽ ഇങ്ങനെയായിരുന്നില്ല പ്രഖ്യാപിക്കുന്നത്. ഇതിൽ സോപ്പുകളൊന്നുമില്ലല്ലോ, ഇതിൽ വലിയ ഇളവുകളും സോപ്പുകളും ഒന്നുമില്ല. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്, പിന്തുടർന്നു പോരുന്ന വികസന പദ്ധതികളുടെ തുടർച്ചയാണ്. ചെറിയ പേരുള്ള ഫണ്ടുകൾ കണ്ടെത്തുക. കാരണം GST-യിലൊക്കെ നമ്മൾ വലിയ കുതിപ്പാണ് നമ്മൾ നടക്കുന്നത്. നമ്മുടെ ധനക്കമ്മി ഏതാണ്ട് 5.1 കുറയ്ക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം സോഴ്സുകൾ ഉണ്ടാവും, അതിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൂടെ, അല്ലെ നമ്മുടെ വ്യാവസായിക രംഗത്തുള്ള വളർച്ചകളിലൂടെ ഒക്കെ നമുക്ക് ഫണ്ട് റൈസിംഗ് തന്നെയാണല്ലോ, അതിനുള്ള സോഴ്സ് തന്നെയാണല്ലോ. തീർച്ചയായും ഈ നമ്മുടെ ധനക്കമ്മി കുറയ്ക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ 4 മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് നമ്മുടെ ഈ പണപ്പെരുപ്പ നിരക്ക് എന്നുള്ളത് പ്രത്യേകമായും കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാണിക്കപ്പെട്ടൊരു കാര്യമാണ്. അതിൽ നിന്ന് താഴേക്ക് വരിക എന്നുള്ളത് ആണ് നമുക്ക് ശ്രമകരമായിട്ടുള്ളൊരു കാര്യം. അതിന് വിലക്കയറ്റമാണ് വലിയ രീതിയിലൊരു തിരിച്ചടിയായി, ഒരു വെല്ലുവിളിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളത് ഈ കഴിഞ്ഞ ആഴ്ച വന്ന റിപ്പോർട്ടിലാണ് ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ നിർമ്മലാ സീതാരാമൻ എന്നിപ്പോൾ പറഞ്ഞിരിക്കുന്ന വിലക്കയറ്റം തീവ്രമായി തന്നെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ശക്തമായി തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത്. പക്ഷേ റിപ്പോർട്ടുകളൊക്കെ മറിച്ചാണെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അല്ല, ഏത് അട്രോസിറ്റിയെയും, ഏത് ശ്രമകരമായ സാഹചര്യത്തെയും നമുക്ക് നേരിടാൻ സാധിക്കും, വിജയകരമായി മുൻപോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളത് കോവിഡ് കാലത്ത് തന്നെ നാം തെളിയിച്ചതാണല്ലോ. ലോകം മുഴുവൻ, യൂറോപ്പും അമേരിക്കയും ഉൾപ്പെടെയുള്ള സാമ്പത്തിക ശക്തികളെല്ലാം സാമ്പത്തികം കൂപ്പുകുത്തിയപ്പോഴും ഭാരതം മാത്രമാണ് സാമ്പത്തികമായി മുൻപോട്ട് പോയത്, നമ്മുടെ എക്സ്പോർട്ടിലൊക്കെ ഉൾപ്പെടെ.
കാരണം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുവാൻ അതിനുള്ള സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യുവാൻ ഇംപ്ലിമെന്റ് ചെയ്യുവാൻ തീർച്ചയായിട്ടും മോദി സർക്കാരിന് സാധിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഭാരതം ഇന്ന് 5ാമത്തെ സാമ്പത്തിക ശക്തിയെ വന്നിരിക്കുന്നത്. തീർച്ചയായും അതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇൻഫ്ലേഷൻ്റെ ഒക്കെ സമയത്ത് ആഗോളതലത്തിൽ സാമ്പത്തിക സ്ഥിതി അതിരൂക്ഷമായി താഴേക്ക് പോയപ്പോൾ അവിടെ പിടിച്ചു നിന്നത് ഇന്ത്യ തന്നെയാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ അന്ന് കൃത്യമായിട്ട് എടുത്തിട്ടുള്ള എക്കണോമിക് നമ്മുടെ ആ ഒരു നയം അത് തന്നെ നമ്മളെ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ആ നയം തന്നെ ശരിയാണെന്ന രീതിയിലായിരുന്നു തുടർന്നുള്ള ഘട്ടങ്ങൾ. അതിപ്പോൾ എന്തായാലും നമ്മൾ അതിനു മുമ്പും ഇത്തരത്തിൽ അതിജീവനത്തിൻ്റെ ഒരുപാട് പാഠങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അത് നമുക്കിനിയും തുണയാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം, ആശംസിക്കാം. എന്തായാലും ഈ നികുതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ആ നിലയ്ക്കുള്ള പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഒപ്പം തന്നെ റെയിൽവേ മേഖലയിലാണെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും തന്നെ കണ്ടിട്ടുമില്ല. 40,000 ബോഗികൾ ഏതാണ്ട് വന്ദേ ഭാരതിന്റെ നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മെട്രോ റെയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള പ്രപ്പോസലുകൾ എല്ലാം ഇവിടെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ കൊച്ചി മെട്രോ റെയിലിന് ഉൾപ്പെടെ എക്സ്പാൻഷൻ നടക്കുന്നുണ്ടല്ലോ, ഇൻഫ്രാസ്ട്രക്ചർ നടക്കുന്നു അല്ലെ, കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള റോഡ് വികസനം നടക്കുന്നു. അപ്പൊ ഇതെല്ലാം കേരളത്തിന് കിട്ടുന്ന അഡ്വാൻറ്റേജുകൾ തന്നെയാണല്ലോ, കേരളത്തിന് കിട്ടുന്ന സംഭാവനകൾ ആണല്ലോ. തീർച്ചയായിട്ടും ആ നിലയ്ക്ക് തന്നെ നമുക്ക് അത് കേരളത്തിനും കൂടി ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് പങ്കുവയ്ക്കാൻ വളരെ നന്ദിയുണ്ട് ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. എന്തായാലും അധിക നികുതി ഭാരം ഒന്നും തന്നെ ഇല്ല, അതുതന്നെയാണ്. അല്ലെങ്കിൽ നികുതിയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത് ഒരു തരത്തിലും നിലവിലുള്ള അവസ്ഥ തന്നെ തുടരുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഒപ്പം സ്ത്രീകൾക്ക് വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്ന ചില പ്രഖ്യാപനങ്ങളുണ്ട്. ആശാവർക്കർമാരെയും ഒപ്പം തന്നെ അംഗൻവാടി ജീവനക്കാരെയും ഒക്കെ പ്രത്യേകമായിട്ടുള്ള പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ്. ഉണ്ണി തുടരുന്നുണ്ട്. ഉണ്ണി, ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ജനകീയ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇല്ലാത്ത, ഏതാണ്ട് ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറയുന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന